എനിക്ക് ഇടത് പ്രതിനിധിയിൽ നിന്നും മറ്റതിഥികളിൽ നിന്നും പ്രതികരണം എടുത്ത് ഞാൻ അങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു ഉണ്ട്, ഡോക്ടർ ബി ജയരാജ് ഉണ്ട്, എൻ പി ചെക്കുട്ടിയുണ്ട്. ഡോക്ടർ ബി ജയരാജ്, ഈ കോൺഗ്രസിൻ്റെ കാലത്ത് ഏതെങ്കിലും നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയത് രഹസ്യമായി തലയിൽ മുണ്ടിട്ടല്ല, അവരവരുടെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയല്ല, നേരെ പോവുകയാണ് ചെയ്തത്. ഗുരുജി ഗോൾവാൾക്കറുടെ മുന്നിലുള്ള നിലവിളക്കിൽ പ്രതിപക്ഷ നേതാവ് കൊളുത്തുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചാണ്. പക്ഷേ ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം RSSന്റെ സംഘരാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ക്രമസമാധാനത്തിന് ചുമതല നിർവഹിക്കുന്ന ADGP ഒരു സന്ദർശനം നടത്തിയത് ഇന്ന് CPIക്ക് വലിയ വിഷയമാണ്. ആ CPIക്ക് മാത്രമാണോ ഇത് വിഷയമാകേണ്ടത്? CPMന് ഇത് വിഷയമാകേണ്ടതല്ലേ ഡോക്ടർ ബി ജയരാജ്? തീർച്ചയായും അരുൺകുമാർ പറഞ്ഞതിനകത്ത് പോയിന്റ് ഉണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്ന വിഷയം എന്താ? ഇന്നൊരു കോൺഗ്രസിൻ്റെ MP BJP പാളയത്തിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അത് റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന ഗണേശോത്സവത്തിൽ അതിനകത്ത് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത RSSന്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇനി ഏതാണ് നേതാവിന്റെ പേരൊക്കെ വെളി വരും. ആരാണെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ അത് വെളി വരും. ഗണേശോത്സവത്തിൽ പങ്കെടുത്തത് ഇന്ത്യ മുന്നണിയിലെ ശിവസേനയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ്. ഡോക്ടർ ബി ജയരാജനെ തള്ളിപ്പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും RSSന്റെ പരിപാടിയിൽ കോൺഗ്രസ്സുകാർ സ്ഥിരമായിട്ട് വന്നു. കെ കരുണാകരൻ്റെ കാലത്ത് തന്നെ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ, കെ കരുണാകരൻ്റെ വീട്ടിൽ തന്നെ എത്രയോ സർസംഘ ചാലകന്മാർ പോയി കണ്ടിട്ടുണ്ട്. BJP ആയിട്ടുള്ള കൂട്ടുകച്ചവടം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതൊന്നും അല്ലല്ലോ, കെ കരുണാകരൻ്റെ കാലം തൊട്ടേ ഉള്ളതാണ്. അതിനുശേഷം BJP ആയിട്ട് ഏറ്റവും അധികം, അതായത് പലപ്പോഴും തമാശക്കെങ്കിലും പറയാറുണ്ട്, ഇപ്പം പിന്നെ നിക്കറല്ല പാൻറ്റാണ്, മുണ്ടെന്ന് മാറ്റിയാൽ പാൻറ്റ് കാണാൻ പറ്റും, RSSന്റെ കാക്കി നിക്കർ കാണാൻ പറ്റും എല്ലാ കോൺഗ്രസ്സുകാരൻ്റെയും ഉള്ളിൽ നിന്ന്. കൃത്യമായിട്ടത് പറയുന്നത് വെറും വാക്കല്ല. കാരണം ഞാനത് കോളേജിൽ പഠിക്കുന്ന ആയിരുന്നു. താങ്കൾ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഈ പറയുന്ന നിറം കാണാമെന്നാണ് ജ്യോതി പറഞ്ഞത്. അരളിയിലെ വീട്ടിലുണ്ട് അദ്ദേഹം. ജ്യോതി, അദ്ദേഹം ചികിത്സയിലാണ്. അതുകൊണ്ട് ചികിത്സയിലിരിക്കുന്ന ഒരാളിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതിനകത്ത് അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവിപ്പോയതാണ്. ഇടതു മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞതാണ്. പിന്നെ ജാവേദ്കർ അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രതികരണവും ഒപ്പം അദ്ദേഹത്തിന് LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുമാണ് പുറത്താവാനുള്ള കാരണം. ജയരാജന്റെ ചോദ്യം വളരെ ലളിതമാണ്. ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഒരു ADGP ഈ സന്ദർശനം നടത്തിയ വിവരം മുഖ്യമന്ത്രി അറിഞ്ഞ് 16 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലേ? ഒറ്റ ചോദ്യമുള്ളൂ. അതല്ല, ഒരു പൗരൻ എന്ന നിലയിൽ RSS നിരോധിക്കപ്പെട്ട സംഘടനയൊന്നും അല്ലല്ലോ. RSS നിരോധിക്കപ്പെട്ട സംഘടനയാണോ? ഏതൊരു പൗരനും, അത് ADGPയുടെ ചുമതലയുള്ള ആളാണെങ്കിലും DGP തന്നെയാണെങ്കിലും RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുന്നത് പല വിഷയങ്ങളുണ്ടാവും. അതിനെയൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണ്. ഇതൊന്നും വാസ്തവമല്ലെന്നറിയാം. അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ, അവരുടെ കേന്ദ്ര പൂളിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ഉദ്യോഗസ്ഥന്മാർ അതല്ല, ഇനി പാർട്ടി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ പറയും AKG സെൻറ്ററിൽ നിന്ന് ഭരണം നിയന്ത്രിക്കുന്നു, സെൽഫ് ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്, ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയില്ലേ, ഇവിടെ ഗവൺമെൻറ് ഇല്ലേ എന്ന്. അത് തന്നെയാണ് ഇന്നലെ MV ഗോവിന്ദനും പറഞ്ഞത്, ഗവൺമെൻറ് തീരുമാനം എടുക്കട്ടെ എന്ന്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്, അല്ലാതെ പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് CPMൻ്റെ ഗവൺമെൻറ്റായിട്ട് മാറത്തൊന്നുമില്ല. അത് കൃത്യമായിട്ട് ഒരു LDFൻ്റെ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് LDF സംവിധാനത്തിലാണ്. കൃത്യമായ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമെന്നല്ലാതെ വലിയ കൈകടത്തലൊന്നും ഗവൺമെൻറ് സംവിധാനത്തിൽ അത് നേരത്തെ ആയിരുന്നപ്പോൾ VSൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണെങ്കിലും ശരി, EK നായനാറിൻ്റെ കാലത്താണെങ്കിലും ശരി, അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ സെൽഫ് ഭരണം എന്നുള്ള ഒരു ആരോപണമായിരിക്കും ഇവരെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാതെ ചമ്മൽ മറക്കാൻ വേണ്ടിയിട്ടാണ്. D രാജയ്ക്കും ബിനോയ് വിശ്വത്തിനും തൃശ്ശൂരിലെ പരാജയം തന്നെയാണ് വിഷയം. തൃശ്ശൂരിലെ പരാജയപ്പെട്ടത് അവിടെ തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് ADGP ശ്രമിച്ചു എന്നുള്ളൊരു ധാരണയിലാണ് അവർക്ക് വരുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡി രാജ അങ്ങനെ ഒരു സംശയത്തിരിക്കുന്നത്. ഡി രാജ പറഞ്ഞില്ലല്ലോ, ഡി രാജ പാർട്ടി തലത്തിലൊരു അന്വേഷണം വേണമെന്നല്ലേ പറഞ്ഞത്. ബിനോയ് വിശ്വം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കണ്ടെത്തട്ടെ, അതിനുശേഷം ഡി രാജയെ ബോധ്യപ്പെടുത്തട്ടെ. അല്ലാതെ രണ്ട് സ്റ്റാൻഡൊന്നും LDFനൊന്നും ഇല്ല. LDFനെല്ലാം കൃത്യമായിട്ട് ഒരേ സ്റ്റാൻഡാണ്. എല്ലാ വർഗീയ കക്ഷികളോടും ഒരേപോലുള്ള സമീപനം തന്നെയാണ്. അത് RSS ആണെങ്കിലും SDPI ആണെങ്കിലും PFI ആണെങ്കിലും
ഏത് സംഘടനകളാണെങ്കിലും അതേ ഒരു സമീപനം തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒരേപോലെയുള്ള സമീപനം തന്നെയാണ്. അതിനകത്ത് ഇവിടെ മറയ്ക്കാനൊന്നുമില്ല.